ഇന്ന് ഇന്ത്യയിലെ നഗരവീഥികളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ അലയടിക്കുന്ന ഒരു വികാരമാണ് സൗത്ത് കൊറിയ. ഒരു കാലത്ത് ഹിന്ദി സിനിമകളും ക്രിക്കറ്റും മാത്രം അടക്കി വാണിരുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ഇന്ന് കൊറിയൻ സംസ്കാരം അതിവേഗം കടന്നു കയറിയിരിക്കുന്നു. ഇതിനെ ഹല്യു വേവ് എന്നാണ് വിളിക്കുന്നത്. കൊറിയൻ പോപ്പ് മ്യൂസിക് അഥവാ കെ പോപ്പ്, കൊറിയൻ TV സീരീസുകൾ അഥവാ കെ ഡ്രാമകൾ എന്നിവ ഇന്ന് നമ്മുടെ കുട്ടികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇത് വെറും ഫോൺ സ്ക്രീനുകളിൽ ഒതുങ്ങുന്നില്ല. ഇന്ത്യയിലെ മാളുകളിലും കോളേജുകളിലും കൊറിയൻ പാട്ടുകൾക്ക് ചൂടുവെക്കുന്ന കുട്ടികളെ ഇന്ന് സർവ്വസാധാരണമായി കാണാം. ദി പ്രിന്റ് റിപ്പോർട്ട് പ്രകാരം സ്ക്വിഡ് ഗെയിം എന്ന സീരീസിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിദേശ ഭാഷയായി കൊറിയൻ ഭാഷ മാറിയിരിക്കുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലും മാറ്റം പ്രകടമാണ്. 15,000 കോടിയിലധികം രൂപയുടെ വിപണിയാണ് ഇൻസ്റ്റന്റ് നൂഡിൽസിനുള്ളത്. ഇതിൽ സാംയാങ്, നോങ്ഷിം തുടങ്ങിയ കൊറിയൻ ബ്രാൻഡുകൾക്ക് വലിയ ഡിമാൻഡാണ്. സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൊറിയൻ ഭക്ഷണത്തിനുള്ള ഓർഡറുകളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊറിയൻ സംസ്കാരത്തോടുള്ള ഈ സ്നേഹം പലപ്പോഴും വെറും വിനോദത്തിനപ്പുറത്തേക്ക് ഒരുതരം അന്ധമായ ആരാധനയായി മാറുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്തിടെ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു സംഭവം. മഹാരാഷ്ട്രയിലെ ധാരാശിവ് ജില്ലയിലെ ഉമർഗ എന്ന സ്ഥലത്ത് നിന്ന് 11നും 13നും ഇടയിൽ പ്രായമുള്ള 3 പെൺകുട്ടികൾ പെട്ടെന്ന് കാണാതായി. മാതാപിതാക്കളെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് കുട്ടികൾ തന്നെ ഫോൺ ചെയ്ത് തങ്ങളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് അറിയിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്നാൽ ഒടുവിൽ കുട്ടികളെ പൂനെയിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ പുറത്തു വന്ന സത്യം വിചിത്രമായിരുന്നു. അവരെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് അവർ തന്നെ വീട് വിട്ടിറങ്ങിയതാണ്. എന്തിന്? അവരുടെ പ്രിയപ്പെട്ട കെ പോപ്പ് ബ്രാൻഡായ BTSനെ കാണാൻ സൗത്ത് കൊറിയയിലേക്ക് പോകാൻ. കയ്യിൽ പാസ്പോർട്ടോ വിസയോ പണമോ ഒന്നുമില്ലാതെയാണ് ആ കുട്ടികൾ കൊറിയയിലേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടത്. പൂനെയിൽ പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി കൊറിയയിലേക്ക് കപ്പൽ കയറാം എന്നതായിരുന്നു അവരുടെ പദ്ധതി. കൊറിയൻ താരങ്ങളോടുള്ള ആരാധന നമ്മുടെ കുട്ടികളുടെ യുക്തിബോധത്തെ പോലും എത്രത്തോളം ഇല്ലാതാക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ കൊറിയയെയും അവിടുത്തെ താരങ്ങളെയും ഇത്രയധികം സ്നേഹിക്കുമ്പോൾ തിരിച്ച് കൊറിയക്കാർക്ക് ഇന്ത്യക്കാരുടെ എന്താണ് മനോഭാവം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും അതത്ര സുഖകരമല്ല. വംശീയത കൊറിയയിൽ ഒരു വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ ചർമ്മത്തിന്റെ നിറം, ബ്രൗൺ സ്കിൻ കാരണം പലപ്പോഴും അവിടെയുള്ളവർ നമ്മളെ താഴ്ന്ന നിലയിലാണ് കാണുന്നത്. പ്രശസ്ത ഇന്ത്യൻ ട്രാവൽ ബ്ലോഗറായ നൊമാഡിക് ഇന്ത്യൻ തന്റെ കൊറിയൻ യാത്രക്കിടെ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പല ക്ലബ്ബുകളിലും റെസ്റ്റോറന്റുകളിലും ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ക്യാമറയുമായി ചെല്ലുന്ന യൂട്യൂബർമാരോട് പോലും മോശമായി പെരുമാറുന്ന അവർ സാധാരണക്കാരോട് എങ്ങനെയാകും പെരുമാറുക എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. കെ ഡ്രാമകളിൽ കാണുന്നത് പോലെ എല്ലാവരും റൊമാൻറ്റിക്കും നല്ലവരുമാണെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. എല്ലാ രാജ്യത്തെയും പോലെ അവിടെയും നല്ലവരും ചീത്തയുമുണ്ട്. ഇന്ന് നാം കാണുന്ന തിളക്കമുള്ള കൊറിയയ്ക്ക് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. 1950കൾ വരെ കൊറിയ എന്നത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു. 1950 മുതൽ 53 വരെ നടന്ന കൊറിയൻ യുദ്ധം ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി. അക്കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ ദരിദ്രമായിരുന്നു കൊറിയ. ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന അവസ്ഥ. എന്നാൽ അവിടെ നിന്ന് വെറും 70 വർഷം കൊണ്ട് അവർ നടത്തിയ തിരിച്ചുവരവ് അത്ഭുതകരമാണ്. മിറക്കിൾ ഓൺ ദ ഹാൻഡ് റിവർ എന്നാണ് ഈ വളർച്ച അറിയപ്പെടുന്നത്. സാംസങ്, LG, ഹുണ്ടായി തുടങ്ങിയ കമ്പനികൾ ലോകം കീഴടക്കി. 1 Gbps വേഗതയുള്ള ഇന്റർനെറ്റ് തെരുവുകളിൽ പോലും സൗജന്യമായി ലഭിക്കുന്ന സാങ്കേതിക തികവുള്ള രാജ്യമായി കൊറിയ മാറി. 2012ൽ പുറത്തിറക്കിയ ഗഗ്നം സ്റ്റൈൽ എന്ന പാട്ടിലൂടെയാണ് കൊറിയൻ സംഗീതം ലോകശ്രദ്ധ നേടുന്നത്. തുടർന്ന് BTS, ബ്ലാക്ക് പിങ്ക് തുടങ്ങിയ ബാൻഡുകളിലൂടെ അവർ ലോകം കീഴടക്കി. എന്നാൽ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് കൊറിയൻ ജനത നൽകേണ്ടി വന്ന വില വളരെ വലുതാണ്. ഈ തിളക്കത്തിന് പിന്നിലെ ഇരുണ്ട വശങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന കെ പോപ്പ് താരങ്ങൾ ആ പദവിയിലേക്ക് എത്താൻ സഹിക്കുന്ന പീഡനങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നു. ട്രെയിനികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. വർഷങ്ങൾ നീളുന്ന കഠിനമായ പരിശീലനമാണ് പിന്നീട്. ഇതിനായി അവർക്ക് സ്ലേവ് കോൺട്രാക്ട് അഥവാ അടിമ കരാറുകളിൽ ഒപ്പിടേണ്ടി വരുന്നു. ഈ കരാർ പ്രകാരം അവരുടെ ജീവിതം പൂർണ്ണമായും കമ്പനിയുടെ കൈകളിലാകും. എന്ത് കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, ആരെ കാണണം, എന്തിന് ആരെ പ്രണയിക്കണം എന്ന് പോലും കമ്പനി തീരുമാനിക്കും. പരിശീലനത്തിനായി കമ്പനി മുടക്കുന്ന ലക്ഷക്കണക്കിന് രൂപ പിന്നീട് ഇവർ തിരിച്ചു നൽകണം. പ്രശസ്തരായെങ്കിൽ പോലും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഈ കടം വീട്ടാനാണ് പോകുന്നത്. ഇതിനേക്കാൾ ഭീകരമാണ് ക്യാൻസൽ കൾച്ചർ. താരങ്ങൾ ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അതുവരെ ആരാധിച്ചവർ തന്നെ അവരെ ക്രൂരമായി വേട്ടയാടും. ഇതിന്റെ ഇരയായിരുന്നു ഒരു കെ പോപ്പ് താരം. 25ാം വയസ്സിൽ അവർ ജീവനൊടുക്കി. താൻ തെറ്റുകാരിയല്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും സൈബർ ലോകം അവരെ വെറുതെ വിട്ടില്ല. മാനസിക സമ്മർദ്ദവും വിഷാദ രോഗവും കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതലാണ്. കൊറിയൻ കുട്ടികളുടെ ജീവിതം അതിലേറെ സമ്മർദ്ദം നിറഞ്ഞതാണ്. അവരുടെ ഏക ലക്ഷ്യം സ്കൈ എന്നറിയപ്പെടുന്ന 3 സർവകലാശാലകളിൽ, അതായത് സോൾ, നാഷണൽ, കൊറിയ, യോൺസെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ പ്രവേശനം നേടുക എന്നതാണ്.
എങ്കിൽ മാത്രമേ നല്ല ജോലി ലഭിക്കൂ എന്നതാണ് അവിടുത്തെ വിശ്വാസം. ഇതിനായി സ്വിന്നിംഗ് എക്സാം എന്ന 8 മണിക്കൂർ നീളുന്ന പ്രവേശന പരീക്ഷയുണ്ട്. വർഷങ്ങളോളം ഇതിനായി അവർ പഠിക്കുന്നു. പരീക്ഷാ ദിവസം രാജ്യം മുഴുവൻ നിശബ്ദമാകും. വിമാനങ്ങൾ പോലും ആ സമയത്ത് പറക്കില്ല. പോലീസ് എസ്കോർട്ടോടെയാണ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ എത്തുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ സ്കൂളിലും അത് കഴിഞ്ഞ് ഹഗ്വാഗൺസ് എന്നറിയപ്പെടുന്ന ട്യൂഷൻ സെന്ററുകളിലും പാതിരാത്രി വരെയും കുട്ടികൾ പഠിക്കുന്നു. ശരാശരി 4 തൊട്ട് 5 മണിക്കൂർ മാത്രമാണ് അവർക്ക് ഉറക്കം ലഭിക്കുന്നത്. 4 മണിക്കൂർ ഉറങ്ങിയാൽ ജയിക്കും, 5 മണിക്കൂർ ഉറങ്ങിയാൽ തോൽക്കും എന്നൊരു ചൊല്ല് തന്നെ അവിടെയുണ്ട്. ഈ സമ്മർദ്ദം താങ്ങാനാവാതെ ജീവനൊടുക്കുന്ന കുട്ടികളുടെ എണ്ണം ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. നല്ല വിദ്യാഭ്യാസം നേടി ജോലിയിൽ പ്രവേശിച്ചാലോ അവിടെ കാത്തിരിക്കുന്നത് ഗ്യാപ്ജിൽ എന്ന വിഷലിപ്തമായ സംസ്കാരമാണ്. അധികാരമുള്ളവൻ കീഴ് ജീവനക്കാരെ അടിമകളെ പോലെ കാണുന്ന രീതിയാണിത്. ബോസുമാർക്ക് ജീവനക്കാരെ പരസ്യമായി ചീത്ത വിളിക്കാനും മർദ്ദിക്കാനും മുട്ടുകുത്തിക്കാനും വരെ മടിയില്ല. ഇതിന് ഉദാഹരണമാണ് 2014 നടന്ന നട്ട്റേജ് സംഭവം. കൊറിയൻ എയർലൈൻസ് ചെയർമാന്റെ മകളായ വൈസ് പ്രസിഡന്റ് വിമാനത്തിൽ വെച്ച് തനിക്ക് നട്ട്സ് പാത്രത്തിൽ വെച്ച് നൽകാതെ പാക്കറ്റോടെ നൽകിയെന്ന നിസാര കാരണത്തിന് ജീവനക്കാരെ മർദ്ദിക്കുകയും വിമാനം തിരിച്ചു വിളിച്ച് ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ ഇറക്കി വിടുകയും ചെയ്തു. അഹങ്കാരത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും നേർചിത്രമായിരുന്നു ഇത്. ജോലിസ്ഥലത്തെ പീഡനം കാരണം മാനസികമായി തകരുന്നവരും ജീവനൊടുക്കുന്നവരും അവിടെ ഏറെയാണ്. കൊറിയയിൽ, പ്രത്യേകിച്ച് തലസ്ഥാനമായ സിയോളിൽ ജീവിക്കുക എന്നത് സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിന് പോലും 6 മുതൽ 7 കോടി വരെ വില വരും. വാടകയാകട്ടെ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 80,000 രൂപയ്ക്ക് മുകളിലാണ്. വീട് സ്വന്തമാക്കാൻ ജോൺസേ എന്നൊരു സമ്പ്രദായമുണ്ട്. ഇതിൽ മാസം വാടക നൽകേണ്ടതില്ല. പകരം വലിയൊരു തുക വീട്ടുടമസ്ഥന് മുൻകൂറായി നൽകണം. ഇതിനായി യുവാക്കൾ വലിയ തുക ലോൺ എടുക്കുന്നു. ജോലി ലഭിച്ചാലും ജീവിത ചെലവ് താങ്ങാൻ കഴിയാതെ ഭൂരിഭാഗം യുവാക്കളും കടക്കെണിയിലാണ്. 10ൽ 7 യുവാക്കളും വലിയ കടബാധ്യതയുള്ളവരാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ സമ്മർദ്ദം, തൊഴിൽ പീഡനം, സാമ്പത്തിക ബാധ്യത എന്നിവ കാരണം കൊറിയൻ യുവാക്കൾ വിവാഹത്തിൽ നിന്നും കുട്ടികളിൽ നിന്നും അകലുകയാണ്. ഇതിന്റെ ഫലമായി ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള രാജ്യമായി ദക്ഷിണ കൊറിയ മാറി. നിലവിൽ ഇത് 0.7ലും താഴെയാണ്. ഒരു ജനത നിലനിൽക്കാൻ വേണ്ടത് 2.1 ആണ്. ഇതേ രീതിയിൽ പോയാൽ അടുത്ത 50 വർഷത്തിനുള്ളിൽ കൊറിയൻ ജനസംഖ്യ പകുതിയായി കുറയും. ഇത് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കുന്നു. കൊറിയയിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ വളരെ വിചിത്രവും അപ്രായോഗികവുമാണ്. വെളുത്ത നിറം, വി ഷേപ്പ് മുഖം, വലിയ കണ്ണുകൾ, മെലിഞ്ഞ ശരീരം എന്നിവയാണ് സൗന്ദര്യത്തിന്റെ അളവുകോൽ. ഇത് നേടാനായി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് അവിടെ വളരെ സാധാരണമാണ്. ബിരുദം നേടുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്ന സമ്മാനം പലപ്പോഴും പ്ലാസ്റ്റിക് സർജറി പാക്കേജുകളാണ്. കാണാൻ ഭംഗിയില്ലാത്തവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയും അവിടെയുണ്ട്. ഇതിന്റെ ഒരു ഭീകര മുഖമാണ് ഹാങ് മിയോക്യു എന്ന മോഡലിന്റെ കഥ. സുന്ദരിയാകാനുള്ള അമിത ആഗ്രഹം കാരണം നിരന്തരം പ്ലാസ്റ്റിക് സർജറികൾ ചെയ്ത അവർ ഒടുവിൽ ഡോക്ടർമാർ സർജറി നിഷേധിച്ചപ്പോൾ സ്വന്തം മുഖത്ത് കുക്കിംഗ് ഓയിൽ കുത്തിവെച്ചു. ഇതിലൂടെ അവരുടെ മുഖം വികൃതമായി മാറി. അമിതമായ സൗന്ദര്യഭ്രമം മനുഷ്യനെ എവിടെ എത്തിക്കും എന്നതിന്റെ തെളിവാണിത്. ഇന്ത്യയിലും ഇന്ന് ഗ്ലാസ് സ്കിൻ പോലുള്ള കൊറിയൻ സൗന്ദര്യ സങ്കല്പങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ കുട്ടികളിൽ അപകർഷതാബോധം ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ, സിനിമകളിലും മ്യൂസിക് വീഡിയോകളിലും നാം കാണുന്ന വർണ്ണാഭമായ കൊറിയ ഒരു മരീചിക മാത്രമാണ്. ആ കലയെയും സംഗീതത്തെയും സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. കൊറിയയുടെ കഠിനാധ്വാനവും സാങ്കേതിക മികവും തീർച്ചയായും മാതൃകയാക്കാവുന്നതാണ്. എന്നാൽ ആ തിളക്കത്തിൽ മയങ്ങി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമുണ്ട്. കൊറിയയിലെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും ഒറ്റപ്പെടുത്തലിനെയും മത്സരത്തെയും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന പെർഫെക്റ്റ് ആയ മുഖങ്ങൾക്ക് പിന്നിൽ കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും വലിയൊരു കഥയുണ്ട്. യാഥാർത്ഥ്യ ബോധത്തോടെ വേണം നമ്മൾ ഏതൊരു കാര്യത്തെയും സമീപിക്കാൻ. നമ്മുടെ കുട്ടികൾക്ക് ഈ അറിവ് പകർന്നു നൽകേണ്ടത് അത്യാവശ്യമാണ്. കൊറിയൻ സംസ്കാരത്തെ സ്നേഹിച്ചോളൂ, പക്ഷേ അത് നമ്മുടെ വിവേകത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത് എന്ന് മാത്രം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.